ശ്രീ ആരിഫ് ഹുസൈൻ. ഞാനിത്രേ പറയുന്നുള്ളൂ. ഇവിടെ ബംഗ്ലാദേശിൽ നടക്കുന്ന വിഷയം എന്ന് പറയുന്നത് അത് മതഭീകരതയാണ്. നമ്മളിവിടെ ഭയക്കുന്ന, ഇവിടെ വന്നാൽ സംഭവിക്കും എന്ന് പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയൊക്കെ കാട്ടിക്കൂട്ടും എന്ന് പറയപ്പെടുന്ന അതേ സംഗതി. അത് ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് നമ്മളിവിടെ പറയുന്നു, മുസ്ലിം ലീഗിനെ കുറിച്ച് പറയുന്നു, KMCC പോലുള്ള സംഘടനകളെ കുറിച്ച് പറയുന്നു, പോപ്പുലർ ഫ്രണ്ട് എഴുതി വെച്ചതിനെ കുറിച്ച് പറയുന്നു. ഇതെല്ലാം ഒരേ സാധനമാണ് എന്നിരിക്കെ ഇതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ വ്യക്തമായ മാനിഫെസ്റ്റേഷനാണ് ഇത്തരം സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് വേണം നമ്മളിതിനെ മനസ്സിലാക്കാനെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇത് വെറുതെ ഒരു ഗാസയിലെ വിഷയം പോലെയോ അല്ലെങ്കിൽ ഒരു യമൻ വിഷയം പോലെയോ അല്ലെങ്കിൽ സുഡാനിലെ വിഷയം പോലെ നമുക്ക് അങ്ങനെ അപലപിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു സാധനമല്ല. ഇത് നമ്മുടെ നാട്ടിൽ സംഭവിക്കാൻ സാധ്യതയുള്ള, ഇവിടെ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണിത്. ഇത് നമ്മളുടെ കഴുത്തിനൊപ്പം വന്ന് നിൽക്കുകയാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതല്ലാതെ ഏതോ നാട്ടിൽ നടക്കുന്ന വിഷയം നമ്മൾ ഒരിക്കലും ബാധിക്കില്ല എന്ന രീതിയിൽ ഇതിനെ ചർച്ച ചെയ്ത് പോകുന്നതിനോടും എനിക്ക് യോജിപ്പില്ല. അതാണ് നമ്മളിവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇതിൽ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള എല്ലാ എലമെൻസും നമ്മൾ പറയണം. അതിൽ ആശയം, അതുപോലെ ഇതിനകത്തുള്ള രാഷ്ട്രീയം, അതുമായി കണക്ട് ചെയ്തുകൊണ്ടുള്ള മറ്റുള്ള ആളുകളുടെ ബാന്ധവം, ഇതെല്ലാം നമ്മളിവിടെ എക്സ്പോസ് ചെയ്യാനുള്ള ഒരു അവസരമാണ് സത്യത്തിൽ ബംഗ്ലാദേശിലെ വിഷയം. അതോടൊപ്പം അവിടെ ഇതുപോലെ മരിച്ചു വീഴുന്ന, കൊല ചെയ്യപ്പെടുന്ന, ഈ മതത്തിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെടുന്ന ആളുകൾ, ആ വർഗീയത, ഇസ്ലാമിക ഭീകരവാദം, അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊല്ലപ്പെടുന്ന ആളുകളോടൊപ്പം നമ്മൾ നിൽക്കുന്നു. അവർക്ക് ആദരാഞ്ജലികൾ ഞാൻ അർപ്പിക്കുന്നു.